കെ രാമകൃഷ്ണപിള്ള, അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഹിസ് പീരീഡ് ഓഫ് ലൈഫ് വാസ് ഫ്രം 1878 to 1916. ദാറ്റ് മീൻസ് ഹി lived up to the age of 38. കെ രാമകൃഷ്ണപിള്ളയെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് അറിയപ്പെടുന്നു. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാകുന്നു. 1905 തിരുവനന്തപുരത്തെ അഞ്ചുതെങ്ങിൽ നിന്നും ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ ഈ പത്രത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്നു, അതായത് ആദ്യ എഡിറ്ററായിരുന്നു CP ഗോവിന്ദൻ പിള്ള. പിന്നീട് 1906 അതായത് 1906 പി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവേശിക്കുന്നത്. അതായത് സ്വദേശാഭിമാനി പത്രം 1905 തുടങ്ങുന്നത്. 1906 പി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി, അതായത് പത്രാധിപരായി പ്രവേശിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ 1878 കെ രാമകൃഷ്ണപിള്ള ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മഗ്രഹത്തിന്റെ പേരാകുന്നു കൂടില്ല വീട്. 1901 കേരള പഞ്ചികയുടെയും 1903 മലയാളി പത്രത്തിന്റെയും 1905 കേരളൻ എന്ന പത്രത്തിന്റെയും 1906 സ്വദേശാഭിമാനി പത്രത്തിന്റെയും എഡിറ്ററായി, അതായത് പത്രാധിപരായി കെ രാമകൃഷ്ണപിള്ള ജോലി ചെയ്തിട്ടുണ്ട്. കേരളൻ എന്ന പത്രത്തിൽ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ തൂലികാനാമവും കേരളൻ എന്ന് തന്നെയായിരുന്നു. കേരളൻ എന്ന പത്രത്തിൽ അദ്ദേഹം ജോലി ചെയ്തത് 1905 ഒരിക്കൽ കൂടി പറയാം. 1901 കേരള പഞ്ചികയുടെയും 1903 മലയാളി പത്രത്തിന്റെയും 1905 കേരളൻ എന്ന പത്രത്തിന്റെയും 1906 സ്വദേശാഭിമാനി പത്രത്തിന്റെയും എഡിറ്ററായി, അതായത് പത്രാധിപരായി കെ രാമകൃഷ്ണപിള്ള ജോലി ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി കെ രാമകൃഷ്ണപിള്ള തുടങ്ങിയ വനിതാ മാസികയുടെ പേരാകുന്നു ശാരദ. ഈ ശാരദ എന്നു പേരുള്ള ഈ വനിതാ മാസികയുടെ എഡിറ്റർ അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരുന്ന കല്യാണിക്കുട്ടിയമ്മ ആയിരുന്നു. വിദ്യാർത്ഥി എന്ന മാസികയും കെ രാമകൃഷ്ണപിള്ളയുടേതായിരുന്നു. കെ രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാകുന്നു എന്റെ നാട് കടത്തൽ. കെ രാമകൃഷ്ണപിള്ളയുടെ, അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജീവചരിത്രം അദ്ദേഹത്തിന്റെ ഭാര്യയായ കല്യാണിക്കുട്ടിയമ്മ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയായ കല്യാണിക്കുട്ടിയമ്മ കെ രാമകൃഷ്ണപിള്ളയുടെ, അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരാകുന്നു വ്യാഴവട്ട സ്മരണകൾ. 1910 എന്നത് കെ രാമകൃഷ്ണപിള്ളയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാകാത്ത ഒരു വർഷമാകുന്നു. 1910 ഈ ഒരു വർഷത്തിൽ അദ്ദേഹത്തിന് 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒരു നല്ല കാര്യവും ഒരു മോശം കാര്യവും സംഭവിച്ചു. നല്ല കാര്യം ഏതാണെന്ന് പറയാം. 1910 കെ രാമകൃഷ്ണപിള്ളയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1910 കെ രാമകൃഷ്ണപിള്ളയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ദെൻ അൺഫോർച്ചുനേറ്റ് മാറ്റർ എന്താണെന്ന് വെച്ചാൽ കെ രാമകൃഷ്ണപിള്ള 1910 അന്നത്തെ ട്രാവൻകൂർ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന, അതായത് അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന പി രാജഗോപാലാചാര്യയെ കുറിച്ചുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്ത അങ്ങ് പുറത്തുവിട്ടു. അത് കാരണം കൊണ്ട് 1910 അദ്ദേഹത്തിന്റെ പത്രാഫീസ് കണ്ടുകെട്ടുകയും 1910 സെപ്റ്റംബർ 26 കെ രാമകൃഷ്ണപിള്ളയെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തുകയും ചെയ്തു. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം EMS മന്ത്രിസഭ വന്നപ്പോഴാണ് കെ രാമകൃഷ്ണപിള്ളയുടെ പത്രാഫീസ് അനന്തരാവകാശികൾക്ക് തിരികെ നൽകിയത്. പിന്നീട് 1913 കെ രാമകൃഷ്ണപിള്ള ആത്മപോഷിണി എന്ന പത്രത്തിന്റെ എഡിറ്ററായി, അതായത് പത്രാധിപരായി ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് 1913 കെ രാമകൃഷ്ണപിള്ള ആത്മപോഷിണി എന്ന പത്രത്തിന്റെ പത്രാധിപരായി ജോലി ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ അദ്ദേഹം പത്രാധിപരായി ജോലി ചെയ്യുന്ന ടൈമിൽ, അതായത് അന്നൊക്കെ അദ്ദേഹം പത്രത്തിന്റെ എഡിറ്ററായി ജോലി ചെയ്യുന്ന ടൈമിൽ ലണ്ടനിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന റോയിറ്റേഴ്സ് പത്രത്തിൽ നിന്നും വിദേശ വാർത്തകൾ സ്വീകരിച്ചിരുന്നു. 1916 കെ രാമകൃഷ്ണപിള്ള മരണപ്പെടുന്നത്. കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. കണ്ണൂരിലെ പയ്യാമ്പലത്ത് അദ്ദേഹത്തെ അടക്കം ചെയ്യാനുള്ള കാരണം അന്നത്തെ തിരുവിതാംകൂർ രാജ്യത്ത് നിന്നും അദ്ദേഹത്തെ നാട് കടത്തിയല്ലോ. പിന്നീട് ആ രാജ്യത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. അതുകൊണ്ട് പിന്നീട് മലബാർ ഏരിയകളിലാണ് അദ്ദേഹം താമസിച്ചത്. അവിടെ വെച്ച് മരണപ്പെട്ടപ്പോൾ കണ്ണൂരിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്തു, അടക്കം ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് 1916 കെ രാമകൃഷ്ണപിള്ള മരണപ്പെട്ടു. ഓക്കെ. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം തിരുവനന്തപുരത്തെ പാളയത്തിൽ കെ രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ ഇനാഗുറേറ്റ് ചെയ്തത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ദെൻ കെ രാമകൃഷ്ണപിള്ള, അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ടുകൾ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോക്രട്ടീസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, കാൾ മാക്സ് എന്നിവരുടെ ജീവചരിത്രം മലയാളത്തിലേക്ക് എഴുതിയത് കെ രാമകൃഷ്ണപിള്ളയാകുന്നു. അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് സോക്രട്ടീസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, കാൾ മാക്സ് എന്നിവരുടെ ജീവചരിത്രം മലയാളത്തിലേക്ക് എഴുതിയത്. കെ രാമകൃഷ്ണപിള്ളയുടെ ആദ്യ കൃതിയുടെ പേരാകുന്നു ഭാര്യധർമ്മം. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി പറയാനുണ്ട്. അതായത് പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന വൃത്താന്ത പത്രപ്രവർത്തനം എന്ന ബുക്ക് എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാകുന്നു. അതായത് കെ രാമകൃഷ്ണപിള്ളയാകുന്നു പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന വൃത്താന്ത പത്രപ്രവർത്തനം എന്ന ബുക്ക് എഴുതിയത്. ഓക്കെ. അതുപോലെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അന്നത്തെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനെതിരെ എഴുതിയ ആർട്ടിക്കിൾ ആകുന്നു. അതിന്റെ പേര് 1,00,000 രൂപ എന്നാകുന്നു. 1,00,000 രൂപ എന്ന ആർട്ടിക്കിൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ശ്രീമൂലം തിരുനാളിനെതിരെ പത്രത്തിൽ എഴുതി. അത് വലിയ വിവാദമാക്കുകയും ചെയ്തു. ഓക്കെ. ദെൻ ഇദ്ദേഹം ജനിച്ച വർഷമുണ്ടല്ലോ 1878 തന്നെയാണ് ലിപ്ടൺ നാട്ടുഭാഷാ പത്രനിയമം നിലവിൽ വന്നതും. ലിപ്ടൺ നാട്ടുഭാഷാ പത്രനിയമം നിലവിൽ വന്നത് ഇദ്ദേഹത്തിന്റെ ജനന വർഷമാണ് 1878. അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കാം. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ കെ രാമകൃഷ്ണപിള്ളയുമായി സംബന്ധിച്ച എല്ലാ ഫാക്റ്റുകളും, നമുക്ക് എക്സാംസിൽ ചോദിക്കുന്ന എല്ലാ ഫാക്ട്സും ഡിസ്കസ് ചെയ്തു. താങ്ക് യു. മൂർക്കോത്ത് കുമാരൻ. ഹിസ് പീരീഡ് ഓഫ് ലൈഫ് വാസ് ഫ്രം 1874 to 1941. ദാറ്റ് മീൻസ് ഹി lived up to the age of 61. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ആദ്യമായി എഴുതിയ റിനൈസൻസ് ലീഡറാകുന്നു മൂർക്കോത്ത് കുമാരൻ. മൂർക്കോത്ത് കുമാരന്റെ തൂലികാനാമമാകുന്നു വജ്രസൂചി. 1907 മിതവാദി എന്ന പത്രം തുടങ്ങുമ്പോൾ ആ പത്രത്തിന്റെ ആദ്യ എഡിറ്ററായിരുന്നു മൂർക്കോത്ത് കുമാരൻ. മൂർക്കോത്ത് കുമാരൻ മിതവാദി പത്രത്തിന്റെ എഡിറ്ററായിരിക്കുന്ന ടൈമിലാണ് കുമാരനാശാന്റെ വീണപ്പൂവ് മിതവാദി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നത്.
ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട സ്ഥലമാകുന്നു കണ്ണൂരിലെ തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം. ഇവിടെ ആ പ്രതിമ സ്ഥാപിക്കുവാൻ മുൻകൈ എടുത്ത വ്യക്തി കൂടിയാകുന്നു മൂർക്കോത്ത് കുമാരൻ. മന്നത്ത് പത്മനാഭൻ. His period of life was from 1878 to 1970. He lived up to the age of 92. 1878 ജാനുവരി 2 കോട്ടയത്തെ പെരുന്നയിലാണ് മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത്. മന്നത്ത് പത്മനാഭൻ അധ്യാപകനായി ജീവിതം ആരംഭിക്കുകയും പിന്നീട് അഡ്വക്കേറ്റ് ആവുകയും ചെയ്തു. NSS എന്നറിയപ്പെടുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ പഴയ പേരാകുന്നു NBJS. NBJSന്റെ ഫുൾ ഫോം നായർ ഭൃത്യജന സംഘം എന്നാകുന്നു. പിന്നീട് NBJS എന്ന് പറഞ്ഞാൽ നായർ ഭൃത്യജന സംഘം എന്നാകുന്നു. നായർ ഭൃത്യജന സംഘം എന്നറിയപ്പെടുന്ന NBJSനെ നായർ സർവീസ് സൊസൈറ്റി അതായത് NSS എന്ന പേരിലേക്ക് നിർദ്ദേശിച്ചത് K പരമപിള്ളയാകുന്നു. അതായത് 1914 NSS രൂപീകരിച്ചപ്പോൾ NSSന്റെ ആ സമയത്തെ പേര് NBJS എന്നായിരുന്നു. പിന്നീട് 1915 NBJSനെ NSS എന്ന പേരിലേക്ക് മാറ്റിയത്. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് NSS രൂപീകരിച്ചത്. NSS രൂപീകരിച്ച വർഷം 1914 ഒക്ടോബർ 31 ആകുന്നു. കോട്ടയം ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് NSSന്റെ ആസ്ഥാനം. NSSന്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. NSSന്റെ ആദ്യ പ്രസിഡന്റ് ആകുന്നു K കേളപ്പൻ. എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹ കാലഘട്ടത്തിൽ, ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ 1981 to 1982 പീരീഡ്സിലാണല്ലോ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി K കേളപ്പനും പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും ആയിരുന്നു. അത് രണ്ടൊന്ന് റിവേഴ്സ് ഓർഡറിൽ പഠിച്ചാൽ മതി. ഓക്കെ, NSSന്റെ ആദ്യ സെക്രട്ടറി ആകുന്നു മന്നത്ത് പത്മനാഭൻ, NSSന്റെ ആദ്യ പ്രസിഡന്റ് ആകുന്നു K കേളപ്പൻ. എന്നാൽ 1981 to 1982 കാലഘട്ടത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി K കേളപ്പനും പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും ആയിരുന്നു. ഓക്കെ, 1924 to 1925 പീരീഡ്സിൽ നടന്ന വൈക്കം സത്യാഗ്രഹ കാലത്ത് കോട്ടയത്തെ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സമ്പൂർണ്ണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് കോട്ടയത്തെ കറുകച്ചാലിൽ ആയിരുന്നു. K കേളപ്പനായിരുന്നു കറുകച്ചാൽ NSS സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ. NSSന്റെ ഒഫീഷ്യൽ ന്യൂസ് പേപ്പറിന്റെ പേരാകുന്നു സർവീസ്, അതായത് NSSന്റെ മുഖപത്രത്തിന്റെ പേരാകുന്നു സർവീസ്. പിന്നീട് തൃശൂരിലെ വടക്കാഞ്ചേരിയിൽ NSSന്റെ പുതിയൊരു ശാഖ സ്ഥാപിച്ചു. അതിന്റെ പേരാകുന്നു ഉത്തര കേരള നായർ സമാജം. 1921 മന്നത്ത് പത്മനാഭനെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മന്നത്ത് പത്മനാഭന്റെ ഭാര്യയായ തോട്ടക്കാട്ട് മാധവിയമ്മ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ ആദ്യ വനിതയാകുന്നു. NSSന്റെ മൂലധന ശേഖരണത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ പാടിയ ഗാനമാകുന്നു പന്തളം KP രാമൻപിള്ള രചിച്ച അഖിലാണ്ട മണ്ഡലം. മന്നത്ത് പത്മനാഭന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രസംഗമാകുന്നു ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്ത് 1947 നടത്തിയ മുതുകുളം പ്രസംഗം. ഈ പ്രസംഗത്തിൽ അദ്ദേഹം വിദ്യാഭ്യാസ പ്രാധാന്യത്തെക്കുറിച്ചും സാമൂഹിക പുരോഗതിയെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിനെതിരായ നിലപാടുകളെക്കുറിച്ചുമെല്ലാം പ്രസംഗിക്കുകയുണ്ടായി. അതുപോലെ ഈ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്യമുണ്ട്, തന്റെ എല്ലാ ആസ്തികളും സാമൂഹ്യ സേവനത്തിനായി താൻ ഉപേക്ഷിക്കുന്നു എന്ന പ്രഖ്യാപനവും മുതുകുളം പ്രസംഗത്തിൽ 1947 മന്നത്ത് പത്മനാഭൻ പ്രഖ്യാപിക്കുകയുണ്ടായി. കുടുംബക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നുകൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാകുന്നു മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരാകുന്നു എന്റെ ജീവിത സ്മരണകൾ. 1959 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭാരത കേസരി നൽകി മന്നത്ത് പത്മനാഭനെ ആദരിക്കുകയുണ്ടായി. ഇതേ വർഷം തന്നെ 1959 യൂറോപ്യൻ പര്യടനം നടത്തി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാകുന്നു മന്നത്ത് പത്മനാഭൻ. 1966 മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിക്കുന്നത്. 1970 ഫെബ്രുവരി 25 കോട്ടയത്തെ പെരുന്നയിൽ വെച്ചാണ് മന്നത്ത് പത്മനാഭൻ സമാധിയാകുന്നത്. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1973 NSS രൂപം നൽകിയ മറ്റൊരു പാർട്ടിയാകുന്നു NDP. NDPയുടെ ഫുൾ ഫോം നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. മന്നത്ത് പത്മനാഭൻ എഴുതിയ പ്രധാനപ്പെട്ട ഒരു നോവലാകുന്നു സ്നേഹലത. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാകുന്നു പഞ്ചകല്യാണി നിരൂപണം. അദ്ദേഹത്തെക്കുറിച്ച് ഒരു 2-3 ഫാക്ട് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അതിനെക്കുറിച്ച് കൂടി പറയാം. 1959 വിദ്യാഭ്യാസ നിയമവുമായി സംബന്ധിച്ചും ഭൂപരിഷ്കരണ നിയമവുമായി സംബന്ധിച്ച് പാസ്സാക്കിയ ബില്ലിനെതിരെ 1959 മന്നത്ത് പത്മനാഭൻ 2 സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ പേരാകുന്നു വിമോചന സമരവും മറ്റൊന്നിന്റെ പേരാകുന്നു ജീവശിഖ ജാഥയും. 1959 ജൂൺ 12 വിമോചന സമരത്തിന് മന്നത്ത് പത്മനാഭൻ നേതൃത്വം നൽകുന്നത്. ഇതേ വർഷം തന്നെ 1959 അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജീവശിഖ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതും മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. R ശങ്കറുമായി ചേർന്ന് മന്നത്ത് പത്മനാഭൻ ഹിന്ദു മഹാമണ്ഡലവും അതുപോലെ ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടിയും രൂപീകരിച്ചു. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് KM പണിക്കർ വിശേഷിപ്പിച്ച വ്യക്തി കൂടിയാകുന്നു മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായാണ് 1928 തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത്. ശ്രദ്ധിക്കുക, ക്ഷേത്ര സമീപമുള്ള റോഡുകളാണ്, ക്ഷേത്രമല്ല. 1928 തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത് വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. നമുക്ക് ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഓക്കെ, വേമ്പനാട്ടു കായലിന്റെ കിഴക്കേ കരയിൽ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1923 ഡിസംബറിൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡ സമ്മേളനത്തിൽ ഹൈത്തോച്ചാടന വിഷയത്തിൽ ദേശവ്യാപകമായ നടപടികൾ വേണമെന്ന ഒരു പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കുകയുണ്ടായി. പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചത് TK മാധവൻ ആയിരുന്നു.
ഇതിന്റെ ഭാഗമായി 1924 ജാനുവരി 24 എറണാകുളത്ത് നടന്ന കോൺഫറൻസിൽ കെ വേലപ്പന്റെ അധ്യക്ഷതയിൽ ഒരു അസ്പർശത നിർമ്മാർജ്ജന സമിതിക്ക് രൂപം കൊടുത്തു. ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാകുന്നു വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഐത്തത്തിനെതിരെ പെട്ടെന്നൊരു ദിവസം ഇറങ്ങി തിരിച്ച സമരമല്ല വൈക്കം സത്യാഗ്രഹം. കാലങ്ങളായുള്ള ഐത്തോച്ചാരണവുമായി ബന്ധപ്പെട്ട പല പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും കലാപങ്ങളുടെയും ഒരു ആളിക്കത്തലായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1800കളിൽ തുടങ്ങിയ ഐത്തത്തിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ ആകെ തുകയായിട്ടാണ് വൈക്കം സത്യാഗ്രഹം അരങ്ങേറുന്നത്. 1924 മാർച്ച് 30 തുടങ്ങിയ ഈ സമരം 603 ദിവസമാണ് നീണ്ടുനിന്നത്. ഈ സമരത്തിന് നേതൃത്വം നൽകിയ കേരളത്തിലെ നവോത്ഥാന നായകനായിരുന്നു ടി.കെ. മാധവൻ. 1924 മാർച്ച് 30 ഈ സമരം തുടങ്ങുമ്പോൾ അവിടുത്തെ ഭരണാധികാരി, അതായത് തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ ആയിരുന്നു. 603 ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ സമരത്തിന്റെ ഇടയ്ക്ക് വെച്ച് ശ്രീമൂലം തിരുനാൾ മരണപ്പെട്ടു. അതിനുശേഷം തിരുവിതാംകൂർ റീജന്റായി സേതുലക്ഷ്മിബായി ചുമതലയേറ്റു. റീജന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ഭരണാധികാരിക്ക് പ്രായമായില്ലെങ്കിൽ താൽക്കാലികമായി ഭരണ ചുമതലയേൽക്കുന്ന ആളാകുന്നു റീജന്റ്. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ക്ഷേത്ര സമീപ റോഡുകളിലൂടെ അവർണർക്ക് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണരുടെ ജാഥ, ശ്രദ്ധിക്കണം, സവർണരുടെ ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. ഒരിക്കൽ കൂടി പറയാം, വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ക്ഷേത്ര സമീപ റോഡുകളിലൂടെ അവർണർക്ക് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണരുടെ ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. അന്ന് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന നാഗർകോയിലിൽ സമരം നടത്തിയത് M.E. നായിഡു ആയിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ദേശീയ നേതാവാകുന്നു വിനോബ ഭാവെ. തമിഴ്നാട്ടിൽ നിന്നും E.V. രാമസ്വാമി നായ്ക്കറും പങ്കെടുത്തു. ഇനി വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ ആരംഭഘട്ടത്തിൽ, അതായത് 1924 മാർച്ച് 30 വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിലൂടെ നടന്നു പോകുന്ന ആദ്യത്തെ 3 സത്യാഗ്രഹികളുടെ പേരാകുന്നു കുഞ്ഞപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യുവാനായി പഞ്ചാബിൽ നിന്നും വന്ന അകാലികളാകുന്നു ലാൽ സിംഗ്, കൃപാൽ സിംഗ്. അകാലികൾ എന്ന് പറഞ്ഞാൽ പഞ്ചാബിലെ സിഖ് മതവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ മതപരമായ പ്രസ്ഥാനത്തിന്റെ അനുയായികളെയാണ് അകാലികൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് പഠിക്കാനുള്ളതാകുന്നു വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച ഹൈന്ദവേതരായവരിൽ, അതായത് ഹിന്ദുക്കളല്ലാത്തവരിൽ പ്രധാനികളാകുന്നു ബാരിസ്റ്റർ ജോർജ് ജോസഫ്, ബജയമാതരം മാത്തുണ്ണി, അബ്ദുറഹ്മാൻ സാഹിബ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാകുന്നു സ്വാമി സത്യാവർത്തവും കോട്ടുകോയിക്കൽ വേലായുധനും. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷിയാകുന്നു തിരുവല്ല ചിറ്റയടത്ത് ശങ്കുപിള്ള. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷിയാകുന്നു തിരുവല്ല ചിറ്റയടത്ത് ശങ്കുപിള്ള. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 1925 ഗാന്ധിജി കേരളം സന്ദർശിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 1925 ഗാന്ധിജി കേരളം സന്ദർശിച്ചു. ഗാന്ധിജിക്കൊപ്പം മകൻ രാംദാസ്, C. രാജഗോപാലാചാരി, അലാടി കൃഷ്ണസ്വാമി അയ്യർ എന്നിവരും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് 1806 നടന്ന ദളവാകുളം സംഭവം എന്താണെന്ന് നോക്കാം. 1924 വൈക്കം സത്യാഗ്രഹത്തിന് വഴിവെച്ച ഒട്ടനവധി സംഭവങ്ങളിൽ വളരെ സുപ്രധാനപ്പെട്ട ഒരു സംഭവമാകുന്നു ദളവാകുളം കൂട്ടക്കൊല. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിലൂടെ വഴി നടക്കുന്നതിനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വർഷം 1806 ആ നാട്ടിലെ 200ഓളം വരുന്ന യുവാക്കൾ കോട്ടയം വൈക്കത്തിലെ പനിച്ചിക്കൽ കാവിലേക്ക് സമാധാനപൂർവമായ ഒരു ജാഥ നടത്തി. ഇതിൽ രോഷം പൂണ്ട അന്നത്തെ തിരുവിതാംകൂർ ദളവയുടെ അനുയായികൾ ആയുധങ്ങളുമായി വന്ന് ആ ജാഥയിൽ പങ്കെടുത്ത 200-ലധികം ആളുകളെയും വെട്ടിക്കൊന്ന് അവിടെയുള്ള കുളത്തിലേക്ക് ഇട്ടുമൂടി. ഈ സംഭവമാകുന്നു ദളവാകുളം കൂട്ടക്കൊല. ദളവാകുളം സംഭവത്തിന് നേതൃത്വം കൊടുത്ത ദളവയുടെ പേര് വേലുത്തമ്പി ദളവയാണെന്ന് പറയപ്പെടുന്നു. ഈ ഒരു കുളം, അതായത് ഈ ഒരു ദളവാകുളം നികത്തിയ സ്ഥലത്താണ് കോട്ടയത്തുള്ള ദളവാകുളം ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ സംഭവങ്ങളുടെ എല്ലാം പ്രതിഷേധങ്ങളുടെ ഒരു വലിയൊരു ആളിക്കത്തലായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാകുന്നു ടി.കെ. മാധവൻ. 603 ദിവസമാകുന്നു വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23 ഈ വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായാണ് 1928 തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത്. ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സത്യാഗ്രഹ സമരമാകുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രം ഇന്നത്തെ തൃശൂർ ജില്ലയുടെ ഭാഗമാകുന്നു. എന്നാൽ 1956 മുമ്പ് വരെ ഗുരുവായൂർ ക്ഷേത്രം മലബാർ ജില്ലയിലെ പൊന്നാനി താലൂക്കിന്റെ ഭാഗമായിരുന്നു. പൊന്നാനി താലൂക്കിൽ സ്ഥിതി ചെയ്തിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി സാമൂതിരിയായിരുന്നു. എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി ഗുരുവായൂർ ക്ഷേത്രം തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ കെ കേളപ്പനായിരുന്നു. അതായത് ഈ ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നത്.
1931 കോഴിക്കോട് വടകരയിൽ സെൻഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന 5ാമത് KPCC സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത്. ഈ പ്രമേയത്തിലൂടെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത്. കേരളത്തിൽ നടന്ന ആദ്യ മഹിളാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് 1931 5ാമത് KPCC സമ്മേളനം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ 1931 കോഴിക്കോട് വടകരയിൽ സെൻഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന 5ാമത് KPCC സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത്. അപ്പോൾ ഈ പ്രമേയത്തിലൂടെയാണ് 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നതും. അതുമാത്രമല്ല, ഈ 5ാമത് KPCC സമ്മേളനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആദ്യ മഹിളാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് 1931 5ാമത് KPCC സമ്മേളനം. അതായത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കേളപ്പനാകുന്നു. ഓക്കെ, കേളപ്പൻ തന്നെയായിരുന്നു ഈ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കേളപ്പൻ തന്നെയായിരുന്നു. കേളപ്പൻ തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. അതുമാത്രമല്ല, ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ P. കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ P. കൃഷ്ണപിള്ളയാകുന്നു. KPCCയുടെ കീഴിലാണ് ഈ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു TR കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു TR കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും. 1932 സെപ്റ്റംബർ 21 കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. എന്നാൽ 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചു. അതായത് 1932 സെപ്റ്റംബർ 21 കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയും എന്നാൽ 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാരം അവസാനിപ്പിക്കുകയുമാണ് ചെയ്തത്. സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ 77% സവർണ ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ 77% സവർണ ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. 1932 ഈ സമരം അവസാനിപ്പിച്ചു. 1932 ഈ സമരം അവസാനിപ്പിച്ചു. ക്ഷേത്രപ്രവേശന വിളംബരം, ദാറ്റ് മീൻസ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന ഒന്നാകുന്നു ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പിതാവ്, സൃഷ്ടാവ്, പ്രയോക്താവ് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാകുന്നു TK മാധവൻ. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. 1936 നവംബർ 12 ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. 1936 നവംബർ 12 മലയാള മാസം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അത് 1112 തുലാം 27 ആകുന്നു. 1936 നവംബർ 12 മലയാള മാസം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 നവംബർ 12, അതിന്റെ മലയാള മാസം 1112 തുലാം 27. ഈ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുമ്പോൾ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S. പരമേശ്വര അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തിന്റെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആകുന്നു. അതുപോലെ ഗാന്ധിജി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ദ അതോറിറ്റേറ്റീവ് സ്ക്രിപ്ചർ ഓഫ് ദി പീപ്പിൾസ് സ്പിരിച്വൽ എമാൻസിപ്പേഷൻ എന്നുകൂടി ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മലയാളം ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നുകൂടി മഹാത്മാഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1947 മലബാറിലും 1948 കൊച്ചിയിലും ക്ഷേത്രപ്രവേശന വിളംബരം അനുവദിച്ചു. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. 1936 തിരുവിതാംകൂറിലും 1947 മലബാറിലും 1948 കൊച്ചിയിലും ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുകയുണ്ടായി. നമുക്കിനകത്ത് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ആദ്യത്തെ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അത് തിരുവിതാംകൂറാണ്. അത് 1936 നവംബർ 12 മലയാള മാസം 1112 തുലാം 27 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ സൃഷ്ടാവ്, പിതാവ്, പ്രയോക്താവ് എന്ന നിലകളിൽ അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനാകുന്നു TK മാധവൻ. പൊയ്കയിൽ യോഹന്നാൻ. 1879 to 1939. He lived up to the age of 60. 1879 പത്തനംതിട്ടയിലെ ഇരുവിപേരൂരിൽ ആണ് പൊയ്കയിൽ യോഹന്നാൻ ജനിക്കുന്നത്. പൊയ്കയിൽ യോഹന്നാനെ കുമാരഗുരുദേവൻ, കേരള നെപ്പോളിയൻ, പുലയൻ മത്തായി, പൊയ്കയിൽ അപ്പച്ചൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. കുമാരഗുരുദേവൻ എന്നതാകുന്നു പൊയ്കയിൽ യോഹന്നാനെ അറിയപ്പെടുന്ന ഏറ്റവും പ്രസിദ്ധമായ പേര്. ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമമാകുന്നു കുമാരൻ. ഇദ്ദേഹം പറയ സമുദായത്തിലാണ് ജനിച്ചത്. ചെറുപ്പം മുതൽ ഇദ്ദേഹത്തിന് ക്രിസ്ത്യാനിറ്റിയോട് വലിയ അടുപ്പമുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഇദ്ദേഹം ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയും എന്നാൽ 1909 അതായത് ഇദ്ദേഹത്തിന്റെ 30-ാം വയസ്സിൽ ക്രിസ്തുമതം വിട്ട് ദളിത് വിമോചന പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു. ദ്രാവിഡനായ ദളിതൻ എന്ന ആശയം ഉയർത്തിപ്പിടിച്ച നവോത്ഥാന നായകനാകുന്നു പൊയ്കയിൽ യോഹന്നാൻ. 1909 അതായത് 1909 ഇദ്ദേഹം രൂപീകരിച്ച പ്രസ്ഥാനമാകുന്നു PRDS, അതായത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ.
PRDSന്റെ ആസ്ഥാനം പത്തനംതിട്ടയിലെ ഇരവിപേരൂരാകുന്നു. തിരുവിതാംകൂറിൽ അയിത്ത് ജാതിക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച വ്യക്തി കൂടിയാകുന്നു പൊയ്കേൽ യോഹന്നാൻ. 1937 അതായത് 1937 തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വെച്ച് പൊയ്കേൽ യോഹന്നാൻ മഹാത്മാഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. 1914 ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സമാധാനം ലോകർക്ക് സമാധാനം എന്ന യുദ്ധവിരുദ്ധ റാലി നയിച്ചത് പൊയ്കേൽ യോഹന്നാനാകുന്നു. 1921 1931 പൊയ്കേൽ യോഹന്നാനെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ദളിതർക്ക് വേണ്ടി ഇദ്ദേഹം നടത്തിയ റയറ്റ്സ് ആകുന്നു, അതായത് ദളിതർക്ക് വേണ്ടി ഇദ്ദേഹം നടത്തിയ ലഹളകളാകുന്നു അടിലഹള, വാകത്താനം ലഹള, മുണ്ടക്കയം ലഹള, കൊഴുക്കുംചിറ ലഹള, വെട്ടിയാട്ട് ലഹള, മംഗലം ലഹള, വെള്ളനിടി ലഹള തുടങ്ങിയവ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടിലഹളയാകുന്നു. ദളിതർക്ക് വേണ്ടി ഇദ്ദേഹം നടത്തിയ ലഹളകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടിലഹളയാകുന്നു. കുറുമ്പൻ ദൈവത്താൻ 1880-1927. He passed away at the age of 47. കുറുമ്പൻ ദൈവത്താനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാകുന്നു കുറുമ്പൻ ദൈവത്താനെ പുലയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. പുലയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാകുന്നു കുറുമ്പൻ ദൈവത്താൻ. അതുപോലെ രണ്ടാമത്തെ ഫാക്ട് ആകുന്നു ഹിന്ദു പുലയ സമാജത്തിന്റെ സ്ഥാപകനാകുന്നു കുറുമ്പൻ ദൈവത്താൻ. ഹിന്ദു പുലയ സമാജത്തിന്റെ സ്ഥാപകനാകുന്നു കുറുമ്പൻ ദൈവത്താൻ. കുറുമ്പൻ ദൈവത്താനെ പുലയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് മാറിപ്പോകാൻ ചാൻസ് ഉള്ള കുറച്ച് ഫാക്ട്സ് കൂടി ഉണ്ട്, അതുകൂടി പറയാം. കേരള പുലയ മഹാസഭയുടെ സ്ഥാപകനാകുന്നു PK ചാത്തൻ മാസ്റ്റർ. കേരള പുലയ മഹാസഭയുടെ സ്ഥാപകനാകുന്നു PK ചാത്തൻ മാസ്റ്റർ. കൊച്ചിൻ പുലയ മഹാസഭയുടെ സ്ഥാപകനാകുന്നു പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചിൻ പുലയ മഹാസഭയുടെ സ്ഥാപകനാകുന്നു പണ്ഡിറ്റ് കറുപ്പൻ. ഹിന്ദു പുലയ സമാജത്തിന്റെ സ്ഥാപകനാകുന്നു കുറുമ്പൻ ദൈവത്താൻ. ഹിന്ദു പുലയ സമാജത്തിന്റെ സ്ഥാപകനാകുന്നു കുറുമ്പൻ ദൈവത്താൻ. പുലയ മഹാസഭയുടെ സ്ഥാപകനാകുന്നു അയ്യങ്കാളി. പുലയ മഹാസഭയുടെ സ്ഥാപകനാകുന്നു അയ്യങ്കാളി. അപ്പോൾ ഇത്തരം ഫാക്ട്സുകൾ മാറിപ്പോകാതെ വേണം പഠിച്ചു വെക്കാൻ. ഓക്കെ. കുറുമ്പൻ ദൈവത്താന്റെ ആദ്യകാല നാമമാകുന്നു നടുവത്തമ്മൻ. കുറുമ്പൻ ദൈവത്താന്റെ ആദ്യകാല നാമമാകുന്നു നടുവത്തമ്മൻ. 1917 ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് കുറുമ്പൻ ദൈവത്താനാകുന്നു. കുറുമ്പൻ ദൈവത്താൻ ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് 1917 1917 തന്നെയാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് കുറുമ്പൻ ദൈവത്താനെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നതും. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട നവോത്ഥാന നായകൻ കൂടിയാകുന്നു കുറുമ്പൻ ദൈവത്താൻ. അതിന്റെ വർഷം 1917 ആകുന്നു. കുറുമ്പൻ ദൈവത്താനെ കുറിച്ച് പ്രശസ്ത എഴുത്തുകാരനും കഥാകൃത്തുമായ ബാബു തോമസ് എഴുതിയ ജീവചരിത്രമാകുന്നു നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ്.